നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു OTT ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് സ്ഫൂർട്ടി ആപ്പ്. മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങിയ പല ഭാഷകളിലുള്ള ഷോർട്ട് ഫിലിമുകൾ നിങ്ങൾക്ക് ഈ സ്ഫൂർട്ടി ആപ്പിൽ കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ട കാര്യം, ഈ OTT ആപ്ലിക്കേഷൻ തികച്ചും സൗജന്യമാണ്. ഇതിൽ യാതൊരു സബ്സ്ക്രിപ്ഷനോ പേയ്മെന്റോ ആവശ്യമില്ല. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പ്രോഡക്റ്റ് ആയിട്ട് 3-4 പേർ ചേർന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അത് 4 ആൾ അറിഞ്ഞോട്ടെ എന്ന് കരുതി പറഞ്ഞെന്ന് മാത്രം. സ്ഫൂർട്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോർട്ട് ഫിലിമുകൾ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. വളരെ വ്യത്യസ്തമായ ഒരു സിനിമയെ പറ്റിയാണ് ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത്, കാരണവർ. ഈ സിനിമയിലെ നായകൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട DQ അല്ല, DD ആണ്. DD എന്ന് പറഞ്ഞാൽ ദൂരദർശൻ അല്ല, ദിവ്യദർശൻ. മലയാള സിനിമയിൽ യുവനടന്മാർക്കോ ടാലന്റുകൾക്കോ ക്ഷാമമൊന്നുമില്ല. എന്നിട്ടും ദിവ്യദർശൻ ഈ സിനിമയിൽ നായകനായതിന് ഒരു കാരണമുണ്ട്. നെപ്പോട്ടിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിൽ നെപ്പോട്ടിസം കുറവാണ്, ഇല്ലെന്നല്ല. ഇപ്പോൾ ബോളിവുഡിലൊക്കെ ഒരു ബസ്സിന് ടിക്കറ്റ് എടുത്ത് കയറുന്ന ലാഘവത്തോടെ സ്റ്റാർ കിഡ്സിന് സിനിമയിലേക്ക് കയറാം. മലയാളത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ മലയാളത്തിൽ ഒരു വ്യത്യാസമുണ്ട്. തുടർന്ന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കഴിവ് കൂടിയേ തീരൂ. പക്ഷെ ബോളിവുഡിൽ അങ്ങനല്ല. കഴിവില്ലെങ്കിലും സ്റ്റാർ കിഡ് ആയാൽ മതി, എത്ര പടത്തിൽ വേണമെങ്കിലും അഭിനയിക്കാം. പക്ഷെ മലയാളത്തിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. നിലവിലുള്ള യുവതാരങ്ങളിൽ പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒക്കെ സ്റ്റാർ കിഡ് തന്നെയാണ്. പക്ഷേ കഴിവുള്ളത് കൊണ്ടാണ് അവർ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ സ്റ്റാർ കിഡ് ആയതുകൊണ്ട് മാത്രം സിനിമയിലേക്ക് എൻട്രി കിട്ടി പിന്നീട് വിസ്മൃതിയിലാണ്ട് പോയവരാണ് പ്രേം നസീറിന്റെ മകനും ഷീലയുടെ മകനും സോമന്റെ മകനും ജൂനിയർ ജയനും ഒക്കെ. ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബൈ ദ വേ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നടൻ മുകേഷിന്റെ അനന്തരവനാണ് ദിവ്യദർശൻ. KGFലെ കാരണവർ റോക്കി ഭായ് ആണെങ്കിൽ കേരളത്തിലെ കാരണവർ DD ഭായ് ആണ്. അദ്ദേഹത്തിന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നുവെങ്കിലും പതിപ്പിച്ച പാദമുദ്രയുടെ വലിപ്പം വളരെ വലുതായിരുന്നു. ആ പാദമുദ്രയാണ് കാരണവർ. സിനിമ തുടങ്ങുന്നത് ഫ്ലാഷ് ബാക്കിലാണ്. DD ഭായിയുടെ അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUയിൽ കിടപ്പാണ്. അപ്പോൾ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാശും കൊണ്ടുവരാമെന്നും പറഞ്ഞു പോയ DD ഭായിയുടെ ചേട്ടൻ സത്യൻ വഴി കണ്ട ഒരു പെൺകുട്ടിയെ കുളത്തിൽ തള്ളിയിട്ടിട്ട് മാലയും പൊട്ടിച്ചുകൊണ്ട് വരും. പക്ഷേ കാശും കൊണ്ടുവരുമ്പോഴേക്കും അവരുടെ അച്ഛൻ മരിക്കും. അച്ഛൻ്റെ ബോഡി കൊണ്ടുവരുമ്പോൾ തന്നെ സത്യൻ കുളത്തിൽ തള്ളിയിട്ട പെൺകുട്ടിയുടെ ബോഡിയും കൊണ്ടുവരും. അതോടെ സത്യൻ നാടുവിടും. അച്ഛൻ മരിച്ച ഉടനെ തന്നെ DD ഭായ് ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞുറപ്പിച്ച സ്ത്രീധനത്തുക കൊടുക്കാത്തത് കൊണ്ട് ചേച്ചിയുടെ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങുന്നു. വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ലല്ലോ. അതെ, എന്താണ് ഒരു വഴി? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. എന്തായാലും കൂടെ നിന്നവരെ ഞെട്ടിച്ചുകൊണ്ട് കൊച്ചു DD ഭായ് ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചേച്ചിയെ കല്യാണം കഴിക്കാൻ ആയിട്ടിന് പറ്റുവെച്ചാൽ നമുക്ക് ഈ ബന്ധം മതിയെന്ന് പറയണം. അച്ഛൻ പെട്ടെന്ന് പോയതുകൊണ്ടല്ലേ നമുക്ക് വാക്ക് വലിക്കാൻ പറ്റാതായത്. അതൊക്കെ മനസ്സിലാക്കി വരുന്ന നല്ല ഏട്ടന്മാര് വേറെ ഉണ്ടാവില്ലേ? അതോടെ നാട്ടുകാരെല്ലാരും കൂടെ കയ്യിലൊരു കാലകുടയും കൊടുത്തിട്ട് കൊച്ചിനെ പിടിച്ച് കാരണവരാക്കി കുടുംബത്തിന്റെ ബാധ്യതയെല്ലാം കൂടെ അവന്റെ തലയിൽ വെച്ച് കൊടുക്കും. ഇവൻ ആൺകുട്ടിയാ, ഇന്നു മുതൽ ഇവനാണ് ഈ കുടുംബത്തിലെ കാരണവർ. ഇതാ പറയുന്ന ചെറിയ വായിൽ വലിയ വർത്താനം പറയാൻ പോകരുതെന്ന്. ഇന്നു മുതൽ ഇവനാണ് ഈ കുടുംബത്തിലെ കാരണവർ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. കാരണവർ ഇപ്പോൾ പോത്തുപോലെ വളർന്ന് വലുതായി. കാരണവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കയറി തലയിടും, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ. മൂപ്പര് റേഷൻ കടയിലേക്ക് പോയല്ലോ കാരണവരെ. റേഷൻ കട
മൂപ്പർ ഇവിടെ ബീവറേജിന്ന് സാധനം വാങ്ങി വരുന്നുണ്ട്. ആ വൃത്തിയിട്ട മനുഷ്യനെ ഞാൻ മൂപ്പർക്ക് തന്നെ കൊടുക്കാം. നേരിട്ടാ പറഞ്ഞോളൂ, പ്രശ്നമില്ലല്ലോ. ഹലോ സാറേ, ഇങ്ങനത്തെ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോ വല്ലാത്തൊരു നിർവൃതി അല്ലേ കാരണവരെ? കാണും. വല്ലവന്റെയും കുടുംബം കലക്കുമ്പം വല്ലാത്തൊരു നിർവൃതി കാണും. ഇങ്ങനത്തെ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോ വല്ലാത്തൊരു നിർവൃതി അല്ലേ കാരണവരെ? അത് മാത്രമല്ല, വളരെ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും ആരും വിളിച്ചില്ലെങ്കിലും കാരണവർ ഓട്ടോയും പിടിച്ചു വരും. ഫ്രീ ആയിട്ട് സദാചാര ക്ലാസ്സും എടുക്കും. അപ്പൊ ലിവിങ് ടുഗദറിനോടാ താല്പര്യം അല്ലേ? ഈ ലിവിങ് ടുഗദറിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്നൊരു ദിവസം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു, അതേ ലാഘവത്തോടെ വേർപിരിയാനും. അതെ, നമുക്കൊരു സംസ്കാരമുണ്ട്. അത് നേരെ. പരസ്പരം ഒരു പരിചയമില്ലാത്ത രണ്ടുപേരെ പിടിച്ച് ആദ്യം കെട്ടിക്കുക, അത് കഴിഞ്ഞ് അവർ തമ്മിൽ തല്ലാകുമ്പോൾ ഡിവോഴ്സ് ചെയ്തോട്ടെ. അതല്ലേ ഹീറോയിസം? ചുരുക്കി പറഞ്ഞാൽ പ്രായം കൊണ്ട് കാരണവർ ചെറുപ്പമാണെങ്കിലും മനസ്സുകൊണ്ട് ഷഷ്ടിപൂർത്തി ആഘോഷിക്കാറായി. മംഗലശ്ശേരി നീലകണ്ഠന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഗ്യാങ് ഉള്ളതുപോലെ, ബിലാലും പിള്ളേരും പോലെ, നിവിൻ പോളിക്ക് അജു വർഗീസും വിനീത് ശ്രീനിവാസനും ഉള്ളതുപോലെ, DD ഭായിക്ക് വേണ്ടിയിട്ട് ചാവാനും കൊല്ലാനും ഏത് കൊട്ടേഷൻ ഏറ്റെടുക്കാനും ഒരു ഗ്യാങ് ഉണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ട്രഷറി അടയ്ക്കുന്നതിന് മുമ്പ് ചെന്ന് വാർദ്ധക്യ പെൻഷനും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഏത് കൊട്ടേഷനും ഏറ്റെടുക്കൂ. ഞങ്ങൾക്കറിയാത്ത വേറെ ചില കാര്യങ്ങളുണ്ട്. എവിടെ സത്യം? ഒരു കൈത്താങ്ങില്ലാത്തവന്റെ മനസ്സിന്റെ ബലത്തിനാ ആ കാലം കൂടാ. അതിനെ നീ പുച്ഛിക്കരുത്. തൽക്കാലം ഇത്രയും മതി, പോവാം. ഇത് തീർന്നതൊന്നും കരുതല്ല കേട്ടോ, ഞങ്ങൾ ഇനി വരും എന്നെ നിർത്തി പോയിക്കാൻ. അമുക്കെ അതാണ് കാരണവർ ഗ്യാങ്ങിന്റെ മാസ്. കുഴിയിലേക്ക് കാല് നീട്ടിയിരുന്നോണ്ടുള്ള കൊല മാസ്. ഈ സിനിമയിലെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ പടത്തിലെ പാട്ടുകൾ തന്നെയാണ്. ആറാട്ടിലെ പോലെ ഞഞ്ഞാവിഞ്ഞ പാട്ടൊന്നും അല്ല. പക്ഷെ ലിറിസിസ്റ്റിന് പുതിയൊരു പാട്ട് എഴുതാൻ മൂഡില്ലാഞ്ഞത് കൊണ്ട് പഴയ പടത്തിലെ ഹിറ്റ് പാട്ടെടുത്ത് വെച്ച് റീമിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസ് എക്സ്പെക്റ്റഡ് പാട്ട് പാടിയ കുട്ടി അമ്മു കാരണവരുടെ മുറപ്പെണ്ണാണ്. കാരണവർക്ക് അമ്മുവിനോട് മുടിഞ്ഞ പ്രേമമാണ്. ഈ അമ്മുവിന്റെ അടുത്ത് മാത്രം കാരണവര് തന്റെ ജന്മസിദ്ധമായി കിട്ടിയ ഗൗരവമൊക്കെ മാറ്റിവെച്ച് അല്പം റൊമാൻറ്റിക് ആവും. എന്തേ തുടങ്ങുന്നതിന് മുന്നേ കണ്ടില്ല? പാട്ട് നന്നായോ? നന്നായി, ഗംഭീരായിരുന്നു. താങ്ക്സ്. ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. എന്തായാലും കാരണവര് അമ്മൂനെ കൊണ്ട് വീട്ടിൽ വരുമ്പോ അമ്മാവനടിച്ച് ഫിറ്റ്. ഇവര് പറഞ്ഞ ഒരു പൊതുകാര്യ, ഇനി മുതൽ കള്ളു കുടിച്ച് ഈ വീട്ടിൽ കുഴപ്പമുണ്ടാക്കിയ ഈ കാരണവരാരാന്ന് മാമൻ അറിയും. എനിക്കറിയാം, മണിയല്ലേ, വെറും മണി. അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അപ്പൊ മാമന് കാരണവരെ പട്ടി വിലയാണ്. എന്തായാലും മോളുടെ മുമ്പിൽ വെച്ച് മാമൻ DD ഭായിയെ ആസാക്കി വിട്ടത് കൊണ്ട് DD ഭായി കലിപ്പ് മോഡിൽ നിന്ന് ഉയർന്ന് ബീസ്റ്റ് മോഡിലേക്ക് മാറും. അതല്ല അമ്മായി, അമ്മായി തന്നെ ഈ മാമന് വളം വെച്ചു കൊടുക്കണേ. സ്വന്തം മോള് പോലും ഒരു അച്ഛനായിട്ട് ഒരു മുഴു കള്ളുടിനായിട്ടല്ലേ നിങ്ങളെ കാണണേ? ഇങ്ങനെ വീടിനും നാടിനും ഗുണമില്ലാതെ ജീവിക്കുന്നതിലും ഭേദം മാമന് പോയി ചത്തൂടെ. വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന എന്നെ ഇവനൊക്കെ വന്ന് ഉപദേശിക്കേണ്ട ഗതിയായല്ലോ എന്നോർത്ത് മാമൻ അന്ന് രാത്രി തന്നെ മരിക്കും. ആ സമയത്തെ DD ഭായിയുടെ ഇമോഷണൽ അഭിനയ മികവ് കാലകയനെ പോലും കുടുകുടാ കരയിക്കും.
എന്തായാലും കൊള്ളാം, അമ്മാവൻ ചത്തിട്ട് കട്ടിലൊഴിയാൻ കാത്തിരിക്കാരെന്ന് പറഞ്ഞ പോലെ ഈ കള്ളക്കാർന്നോര് പിറ്റേന്ന് തന്നെ അമ്മുവിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. എല്ലാറ്റിനും അതിന്റേതായ സമയം. അതെ, അതിനിപ്പോ അമ്മൂനെ അമ്മായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു കല്യാണത്തിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. ഡോ കാർന്നോരെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പക്ഷെ അമ്മൂന് വിവരമുണ്ട്. കാരണം അമ്മൂനറിയാം കാളവാല വെക്കുന്നത് കാറ്റുകൊള്ളാനല്ലെന്ന്. അമ്മേ, എന്റെ കോഴ്സ് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടട്ടെ. അതുവരെ വാടക കൊടുക്കാതെ താമസിക്കാൻ ഒരു വീട്. ഇപ്പൊ അത് മാത്രം ചിന്തിച്ചാ മതി അമ്മ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കാർന്നോരൽപ്പം മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള വ്യക്തിയാണ് കേട്ടോ. പക്ഷേ പഠിക്കാൻ മിടുക്കുള്ള ഒരു കുട്ടിയെ കല്യാണം കൊണ്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ കഷ്ടപ്പെടുത്തുമെന്ന് ഉറപ്പായി. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി 11 മണി കഴിയുമ്പോഴേക്കും കാർന്നോരുടെ വീട്ടിലേക്ക് അണ്ടർടേക്കർ കയറി വരും. പക്ഷെ ലൈറ്റ് ഇട്ട് നോക്കുമ്പോ നിനക്കെന്നെ മനസ്സിലായടേ? അപ്പൊ 11 മണി കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നത് അണ്ടർടേക്കർ അല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചിനെ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് നാട് വിട്ടുപോയ സത്യനാണ്. സാധാരണ സിനിമകളിലൊക്കെ ഇതേപോലെ നാട് വിട്ടുപോയ ഒരു തിരിച്ചു വരുമ്പോ യാതൊരു തെളിവും ചോദിക്കാതെ അവരെ സ്വീകരിക്കാറാണ് പതിവ്. പക്ഷെ ഈ പടം ആ ഒരു ക്ലീഷെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ തീരുമാനം എടുക്കണേ? ഈ ഇരിക്കുന്നത് നിങ്ങളുടെ കൊച്ചുമോനാണെന്ന് എന്താ തെളിവ്? 10-20 വർഷം മുമ്പ് നാടിട്ട് പോയിട്ട് പെട്ടെന്ന് ഒരു രാത്രി കയറി വന്ന് ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും? ഈ 20 വർഷം കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നിരിക്കുന്നത് പണ്ട് നാട് വിട്ടുപോയ സത്യം തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ വളരെ ശക്തമായ നയനസുന്ദരമായ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള ഒരു തെളിവുണ്ട്. അത് ഈ ആധാർ കാർഡും പാൻ കാർഡും ഒന്നും അല്ല. ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തിയായിട്ട കറുത്ത പാടിലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ടാ. ബോംബെയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാ? തണുപ്പാ ചൂടാ? ഇവിടെ ഇപ്പൊ ഭയങ്കര തണുപ്പാ. പൊതിക്കാണ്ട് കിടന്നുറങ്ങാൻ പറ്റി. എനിക്കൊന്ന് കണ്ടാ മതി. എന്താണോ? പ്ലീസ് ഒന്ന് കണ്ടോട്ടെ. അങ്ങനെ കാലിന്റെ ഇടയിലെ ആ തെളിവ് കാണുമ്പോൾ അവർ ഉറപ്പിക്കും വന്നത് ഒറിജിനൽ സത്യം തന്നെയാണെന്ന്. എന്തോന്നടാ ഇതൊക്കെ? നാണക്കേട്. മീൻവെയിൽ കാരണവര് ഇപ്പൊ അമ്മുവിന്റെ പുറകെ ഒലിപ്പിച്ച് നടക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ 2 കമിതാക്കളെ ഈ സദാചാരവാദമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച കാരണവര് ഇപ്പൊ അതെല്ലാം മറന്നു. കാരണവർ അമ്മുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലവ് ലെറ്റർ കൊടുക്കും. ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താ കാരണവരെ? ശരി, മണ്ണിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. എന്റെ ചോരയുടെ നിറവും ചുവപ്പ് തന്നെയാണ്. പക്ഷെ കാരണവരിങ്ങനെ കാലം കൊടയം തൂക്കി നടക്കുന്നതല്ലാതെ ഒരു കാര്യവുമില്ല. ഒരു സുപ്രഭാതത്തിൽ മുത്തശ്ശി എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് അനൗൺസ് ചെയ്യും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മുവിന്റെയും സത്യന്റെയും കല്യാണം ഉടനെ നടക്കണം. പക്ഷെ അമ്മു ഓടുന്ന അമ്മുമ്മയ്ക്ക് ഒരു മുഴ നീട്ടി എറിയും. അമ്മു പറയും, സത്യയുടെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. പിന്നെന്തേ അമ്മു അത് അവിടെ പറഞ്ഞില്ല? കാരണവരോട് പറയുന്ന പോലെ എനിക്ക് മറ്റാരോടും പറയാൻ പറ്റില്ല. കാരണവരെ പോലെ അവരെന്നെ മനസ്സിലാക്കിയെന്നും വരില്ല. എന്തായാലും അമ്മുവിനെ മറ്റാരും വലവീശി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണവര ഓടിപ്പോയൊരു പാട്ട് പാടും. പക്ഷെ വലയും കൊണ്ട് ഒരാൾ പുറകെ നിൽക്കുന്നത് പുള്ളി കണ്ടില്ല. ഈ തേച്ചിട്ട് പോകുന്ന കാമുകിമാരെ ചെറുക്കന്മാരെ ഫ്രണ്ട് സോണിലിടും, അല്ലെങ്കിൽ ബ്രദർ സോണിലിടും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കാമുകി ഒരുത്തനെ അച്ഛൻ സോണിലിടുന്നത്. സത്യനുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി തരണം. പിന്നെ കാരണവരോട് പറയാമെന്ന കാര്യം പറഞ്ഞോളൂ. എന്റെ മനസ്സിൽ കാരണവരോടുള്ള ഇഷ്ടവും സ്ഥാനവും വളരെ വലുതാണ്. ഒരച്ഛനിൽ നിന്നും കിട്ടാത്ത സ്നേഹവും സംരക്ഷണവും ഒക്കെ എനിക്ക് കാരണവരിൽ നിന്ന് കിട്ടി.
അപ്പോൾ നമ്മുടെ KGF റോക്കി ഭായിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതുപോലെ ഇപ്പോൾ DD ഭായിക്ക് ഒരു ശത്രുവുണ്ട്, അധീര. പക്ഷേ ഈ അധീര എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വല്ല ജംഗിൾ ബുക്കിലെയും ക്യാരക്ടറാണെന്ന്. അതുകൊണ്ട് പേരൊന്ന് സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട്. അരുൺ എന്നാണ് അവന്റെ പേര്. അരുൺ കൊണ്ടും കൊടുത്തും കൊട കൊണ്ട് കുത്തിയുമൊക്കെ തന്നെയാണ് DD ഭായ് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് അരുണധീരെ കാണുമ്പോൾ DD ഭായ് ഒരു 1.5 മാസ് ഡയലോഗ് അടിക്കും. വയലൻസ് 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 ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ അവോയ്ഡ്. ബട്ട് സ്വപ്നത്തിന് സത്യത്തിനും ഇടയിലുള്ള ധർമ്മസങ്കടങ്ങളുടെ അവസ്ഥയാണല്ലോ ജീവിതം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ അരുണധീരയ്ക്കും അമ്മുവിനോട് പ്രേമമാണ്. അതായത് താൻ പ്രേമിക്കുന്ന പെണ്ണിനെ മറ്റൊരാളും പ്രേമിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഏതൊരാളും അവനോട് ഫൈറ്റ് ചെയ്ത് തൻ്റെ കാമുകിയെ സ്വന്തമാക്കാൻ ശ്രമിക്കും. പക്ഷെ DD ഭായ് അല്പം വ്യത്യസ്തനാണ്. കാരണം DD ഭായ്ക്ക് അറിയാം ആരാദ്യം അടിക്കുന്നു എന്നതിലല്ല, അടി കൊള്ളാതെ ആരാദ്യം ഓടി രക്ഷപ്പെടുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ട് DD ഭായ് പറയും, അമ്മുവിന്റെ വിവാഹം നടക്കണം, അതിനുവേണ്ടിയാ ഇനി എന്റെ ശ്രമം. അങ്ങനെ കാരണവരെ പിറ്റേന്ന് തന്നെ അരുണധീരയുടെ വീട്ടിൽ ചെന്ന് സ്വന്തം കാമുകിയുടെ കല്യാണം ഉറപ്പിക്കും. പക്ഷെ അധീര ബേസിക്കലി വില്ലനാണല്ലോ. അധീരയ്ക്ക് ഈ കാരണവരോട് പകയുണ്ട്. കാരണം പണ്ട് ഈ അധീരയുടെ പെങ്ങളുടെ കല്യാണം കാരണവരെ മുടക്കിയതാണ്. ആദ്യം പഴയ ബന്ധത്തിന്റെ കണക്ക് തീർക്കട്ടെ, എന്നിട്ടാവാം പുതിയ ബന്ധം തുടങ്ങുന്നത്. പക്ഷെ അധീരയുടെ അച്ഛൻ പുള്ളിക്ക് ഒരു വാണിംഗ് കൊടുക്കും. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ പോയി അധീര കാരണവരെ ഇടിച്ച് കാരപ്പഴമാക്കും. എന്നിട്ട് ഫൈറ്റിന്റെ അവസാനം അധീര DD ഭായിയെ പുറകിന്ന് കുത്തു. പക്ഷേ അരുണധീരയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഭാഗ്യത്തിന് പെട്ടെന്നൊരു മെഡിക്കൽ മിറാക്കിൾ വീണ് കിട്ടുന്നതുകൊണ്ട് കാരണവർ രക്ഷപ്പെടും. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ അധീര കാരണവരുടെ നട്ടലിനിട്ടാണ് കുത്തിയത്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് കാരണവർ രക്ഷപ്പെട്ടു. ഏയ് കാരണവർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണവർ ഓക്കെയാ.
ചില സിനിമകളിലൊക്കെ നായകന്മാരെ എത്രയൊക്കെ പെർഫോം ചെയ്താലും അവസാന നിമിഷം മറ്റേതെങ്കിലും നടന്മാര് ഗസ്റ്റ് റോളിൽ വന്ന് കൈയ്യടി മേടിച്ചുകൊണ്ട് പോകും. ഈ നരസിംഹത്തിലെ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോളൊക്കെ അങ്ങനെയായിരുന്നു. അതേപോലെ ഈ സിനിമയിൽ 2.5 മണിക്കൂർ കാരണവര് കരണം കുത്തി മറിഞ്ഞിട്ടും അവസാന നിമിഷം കൈയ്യടി മേടിച്ചുകൊണ്ട് പോയത് ഗസ്റ്റ് റോളിൽ വന്ന മറ്റൊരു നടനായിരുന്നു. വേണ്ട, ഒന്നും കേൾക്കണ്ട. ഈ സ്നേഹത്തിന്റെ കഥകൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഈ കഥകൾ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴേ ഇയാൾ എന്റെയും കാരണവരായിടും. എന്തായാലും ലാസ്റ്റ് സീനിൽ ഈ കാരണവര് തുടക്കത്തിൽ സദാചാരം പറഞ്ഞ് പേടിപ്പിച്ച ആ കപ്പിൾസ് തിരിച്ചു വരും. അവർ വന്നിട്ട് പറയും, അന്ന് കാരണവര് പറഞ്ഞത് കേട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് കാരണവർ തന്നെ ഒരു പേരിടണമെന്ന്. അങ്ങനെ DD ഭായ് ആ കുട്ടിക്ക് നല്ലൊരു പേര് തന്നെ ഇട്ടുകൊടുക്കും. ഈ സിനിമയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു വ്യത്യസ്തമായ സിനിമയാണെന്ന്. അതിനുള്ള കാരണം പറയാം. ഈ സിനിമയിൽ ഹീറോ ആയി അഭിനയിച്ച ദിവ്യദർശൻ റിയൽ ലൈഫിൽ മുകേഷിന്റെ പെങ്ങടെ മോനാണ്. അതായത് മുകേഷിന്റെ അനന്തരവനാണ് ഈ പടത്തിൽ അനിയനായത്. മുകേഷിന്റെയും ഹീറോയുടെയും അച്ഛനായി അഭിനയിച്ചത് ശരിക്കും ഹീറോയുടെ അച്ഛൻ തന്നെയാണ്. അതായത് മുകേഷിന്റെ പെങ്ങടെ ഭർത്താവ് അളിയനാണ് ഈ പടത്തിൽ അച്ഛനായത്. മുകേഷിന്റെ അമ്മുമ്മയായി അഭിനയിച്ചത് ശരിക്കും മുകേഷിന്റെ അമ്മ തന്നെയാണ്. അതായത് അളിയനാണ് അച്ഛനായത്, അനന്തരവനാണ് അനിയനായത്, അമ്മയാണ് അമ്മുമ്മയായത്. ഇതൊന്നും പോരാഞ്ഞിട്ട് മുകേഷിന്റെ പെങ്ങളാണ് പടത്തിന്റെ പ്രൊഡ്യൂസർ. ആകെ കൺഫ്യൂഷനായി. ഗെയിം ഓഫ് ത്രോൺസിലെ കഥാപാത്രങ്ങളും അവരുടെ ഫാമിലി ട്രീ കണ്ടുപിടിക്കാനും ഇത്രയും കഷ്ടപ്പാടില്ല. എന്തായാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് വരച്ച് കാണിക്കാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണെന്ന്. ഇതിനു മുൻപോ ഇതിന് ശേഷമോ ഇതുപോലെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, ഇനിയോട്ട് ഇറങ്ങത്തുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദൈവത്തെ ഓർത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഈ ചാനലിന്റെ കാരണവരായി പോയില്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.